ഹലോ ഗായ്സ്, നേട്ടൻ്റെ കസിൻ ബ്രദറിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവാണ്. ഏട്ടനില്ല കേട്ടോ, ഏട്ടൻ ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ല. അപ്പോൾ ഏട്ടൻ്റെ ബ്രദറാണ് കൂട്ടാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഏട്ടന് രണ്ട് വേറെ ബ്രദേഴ്സാണ് കേട്ടോ. ആളുടെ ബ്ലാക്ക് ഷർട്ട് ഇട്ട ആളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ വരുന്നത് കേട്ടോ. ഇന്ന് മൂത്ത ആളുടെയാണ് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ് ഡേ അവരുടെ രണ്ടാളുടെയും മക്കളാണ് കേട്ടോ, രണ്ട് ബ്രദേഴ്സിൻ്റെയും മക്കളാണ് ഇത്. അപ്പോൾ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തു, എല്ലാവരും ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. കസിൻസ് എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടിലെ പോലെ തന്നെയാണ് ഇവിടെയും. ഭയങ്കര വൈബാണ്. ക്യാമറ കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞു. പിന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ എന്ത് ചെയ്തു, മൈക്കൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടി കളിച്ചു കേട്ടോ. കരോക്കെയൊക്കെ വെച്ച് കുറേ പാട്ടൊക്കെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കുറേ നേരം ജോളി അടിച്ചിരുന്നു കേട്ടോ. പിന്നെ ഇത് തന്നെ പരിപാടി, അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടുന്നു, സംസാരിച്ചിരിക്കുന്നു, വേളം വെക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. കുറച്ച് നേരം നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരുന്നു കേട്ടോ. പിന്നെ ഇത് എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഒരുക്കത്തിലാണ് കേട്ടോ. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിരിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാവരോടും വന്നവരോടൊക്കെ വിളിച്ച് ക്ഷണിച്ചവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മക്കളും കുറേ പാട്ടൊക്കെ പാടിയത് എൻ്റെ ഒരു ഇളമയാണ് കേട്ടോ. പിന്നെ എൻ്റെ മോനും കസിൻ്റെ മകളുമാണ് കേട്ടോ. അത് അവർ കുറേ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരുടെ കുറേ റീൽസ് എടുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാമനും പാപ്പനും മക്കളൊക്കെ റീൽസ് എടുക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ എന്താ പറയുക, കസിൻസൊക്കെ ആയിട്ടിരിക്കുമ്പോൾ വൈബായിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, ആളും ബഹളമുള്ളിടത്തിൽ ഓടിച്ചാടി സംസാരിച്ച് ബഹളം വെച്ച് നടക്കുന്ന ഒരാളാണ്. എവിടെ ചെന്നാലും വയച്ചിരിക്കാറില്ല. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ കുറേ ആളുകളൊക്കെ കൂടുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണ ഒരാളാണ് കേട്ടോ. അപ്പം എൻ്റെ മോനെ എടുത്തിരിക്കുന്ന അച്ചമ്മയാണ് കേട്ടോ. അവൻ്റെ അച്ചമ്മയാണ്, ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ ചോറ് വിളമ്പുന്നത്. ഞാനതവിടെ മോന് ചോറ് വാരി കൊടുക്കുകയാണ് കേട്ടോ. ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ ഫുഡൊന്നും. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വാരി കൊടുക്കണു. ഇത് വേറൊരു ഇളയമയാണ് കേട്ടോ. അതുപോലെ പാപ്പൻ്റെ മകനാണത്. അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാവരും കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ചിട്ട് എനിക്ക് തോന്നുന്നു 1 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോയത്. കുറേ നേരം അന്താക്ഷരിയൊക്കെ കളിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാക്കി. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും ബൈ.